ആഹാ, ഇത്ര പെട്ടെന്ന് കഴിച്ചിരുന്നാ? ഫുഡ് വന്നില്ലായിരുന്നു. ഇതിനാണ് അവിടെ നിന്ന് ഇത്ര വേഗത്തിൽ തലപ്പിടിച്ച് ഇങ്ങോട്ട് വന്നത്. എല്ലാം വന്നായിരുന്നു. നിന്റെ ഹരിതാപി മൊത്തം കവർ ചെയ്തായിരുന്നു. ആ, ഏകദേശം. മിക്കവാറും നമുക്ക് പറഞ്ഞ പോലെ ഒരുമിച്ച് കഴിക്കേണ്ടി വരും. പറഞ്ഞ ഗ്രിൽഡ് ചിക്കൻ വരുമായിരിക്കും. ഇവിടെ ആളുടെ വരും. പക്ഷെ നല്ല ആംബിയൻസ്. ആംബിയൻസ് കൊള്ളാം. ചൂടാണല്ലേ? നല്ല ചൂടാ. ഞാനേ നേരത്തെ ചോദിച്ചുകൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അപ്പം ഈ മോട്ടിവേഷൻ്റെ ഒരു ബക്കറ്റ് കൊണ്ടുവന്നായിരുന്നു. അത് ഫുള്ളായില്ല. കുറച്ച് ഗ്രിൽഡ് ചിക്കൻ വരുമായിരിക്കും. ആ ശരി. ജീവിതത്തിൽ പല അപ്പ് ആൻഡ് ഡൗൺസ് അല്ലെങ്കിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഡെഡ് എൻഡിൽ പോയി നിൽക്കുന്ന, എൻ്റെ കഴിവിലും എൻ്റെ സ്കില്ലിലും ഒക്കെ വിശ്വസിച്ചിരുന്ന നമ്മൾ ഗോഡ് പ്ലീസ് ഡു സംതിങ് എന്നുള്ളൊരു പോയിന്റിലേക്ക് പോകും. ഹൗ ഡു യു റീഡ് ദാറ്റ്? അതിനെങ്ങനെ? ഇപ്പം എനിക്ക് എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ എത്തേയിസ്റ്റാണ്. അവരൊക്കെ ഇപ്പോൾ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങളും ക്രൈസിസ് വന്നാലും അവരവരിൽ തന്നെ വിശ്വസിക്കുന്നവർ തന്നെയുണ്ട്. ഇപ്പോൾ നമ്മളെപ്പോഴും ദൈവവിശ്വാസികളായ ആളുകൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, എന്നൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നീ ദൈവത്തെ വിളിക്കുന്നു. അങ്ങനെ വിളിക്കാത്ത ഇഷ്ടംപോലെ ആളുകളുണ്ട്. ചിലർ ദൈവത്തിലേക്ക് വരുന്നവരുണ്ട്. ഞാൻ എൻ്റെ ഇപ്പോൾ 35 വർഷത്തെ ജീവിതത്തിൽ കടുത്ത ദൈവവിശ്വാസി എത്തേയിസ്റ്റ് ആവുന്നതും കണ്ടിട്ടുണ്ട്, കടുത്ത എത്തേയിസ്റ്റ് ദൈവവിശ്വാസി ആവുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരു പോസിബിലിറ്റിയാണ്. ഈ ഫുട്ബോൾ ഭ്രാന്ത് എവിടുന്ന് തുടങ്ങി, എന്ന് തുടങ്ങി? ഇത് മറ്റേ ഭ്രാന്തും പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞോളം ഫുട്ബോൾ ഭ്രാന്തും പാരമ്പര്യമാണ്. കാരണം ഞാൻ കുട്ടിക്കാലത്ത് 88-ലാണ് ഞാൻ ജനിച്ചത്. അപ്പം ഞാൻ കുട്ടിക്കാലത്ത് കാണുന്നൊരു കാഴ്ച എന്നുള്ള വീട്ടിൽ അന്ന് ഈ കളർ TV ഉണ്ടെന്നൊക്കെ പറയുന്നൊരു കാര്യമായിരുന്നല്ലോ. നമ്മുടെ അയൽവക്കത്തുള്ള ഒക്കെ നമ്മുടെ വീട്ടിൽ ഫുട്ബോൾ കളി കാണാൻ വന്ന ഒരു ഓർമ്മ എനിക്കുണ്ട്. ഇപ്പൊ അർജന്റീനയുടെ ആരാധനായിട്ടുള്ള എൻ്റെ ഒരു ചേട്ടൻ മറ്റേ അപ്പച്ചൻ്റെ നീലമുണ്ട് എടുത്ത് വീശുന്നതും മറ്റേ കാവ്യമുണ്ട് എടുത്തിട്ട് ഹോളണ്ടാന്ന് പറഞ്ഞ എൻ്റെ ചേട്ടൻ ആദർശ് വീശുന്ന അച്ചാച്ചന്മാരൊക്കെ വരുന്നത് അയൽവക്കത്തുള്ളവർ വന്ന് അവർക്ക് കട്ടൻ ചായ കൊടുക്കുന്ന ഒരു വേഗം മെമ്മറി ഉണ്ട്. അത് നമ്മൾ കുട്ടിക്കാലത്ത് കാണുന്ന ഒരു കാര്യമാണ് വേൾഡ് കപ്പ് സെലിബ്രേഷൻ. പറമ്പില് ക്രിക്കറ്റിനോടൊപ്പം തന്നെ നമ്മൾ ഫുട്ബോളും കളിച്ചിരുന്നു. സ്കൂളുകളിലൊക്കെ ഫുട്ബോളിനോടായിരുന്നു താല്പര്യം കൂടുതൽ. അപ്പോൾ അന്ന് ഈ ചേട്ടന്മാർക്ക് മറഡോണ പെലെ എന്നൊക്കെ പറഞ്ഞ കേട്ടൊരു ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനെ വന്ന് കയറിയതാണത് ഫുട്ബോൾ പ്രാന്ത്. മെസ്സിയോട് ഈ ഒരു അളവറ്റ ഒരു ആരാധന എന്നൊന്നും ഞാൻ പറയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വ്യക്തിയാണെങ്കിലും അയാളുടെ പേഴ്സണാലിറ്റിയും കുറെ കൂടി അയാൾ ഇഷ്ടപ്പെടാൻ കാരണമാവും എന്നുള്ളതാണ്. അയാൾ ഫാമിലിയെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാളാണ്. സഹകളിക്കാർ വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പെനാൽറ്റി കിട്ടിയപ്പോൾ അദ്ദേഹം കിക്ക് എടുക്കാൻ വന്നിട്ട് ആ പെനാൽറ്റി പോലും പാസ് ചെയ്ത് വേറെ കളിക്കാരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ പേഴ്സോണ ബീങ് ഹംബിളും സ്കില്ലും, അത് യു ആർ ലൈക്ക് എ ബീസ്റ്റ് ബട്ട് യു ആർ ലൈക്ക് എ ബേബി. അതായത് ഫുട്ബോൾ ഏറ്റവും വലിയ കമന്റേറ്ററാണ് പീറ്റർ ഡുറി. അദ്ദേഹമാണ് ഏറ്റവും കൃത്യം ഡെഫിനിഷൻ മെസ്സിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മെസ്സി ഈസ് ലൈക്ക് എ നെക്സ്റ്റ് ഡോർ ബോയ് ഹു പ്ലേസ് ലൈക്ക് ഗോഡ്. അതിലൊക്കത്തെ പയ്യനാണ് അവൻ, ദൈവത്തെ പോലെ കളിക്കുന്നത്. ഈ റൊണാൾഡോയോടുള്ളൊരു പിണക്കം എന്താ? റൊണാൾഡോ പിടിച്ച് കടിച്ച റൊണാൾഡോ നമുക്ക് ഒരു പിണക്കമല്ലോ. എന്ത് പിണക്കം? ഒരു തരത്തിൽ പിണക്കമില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കില്ല കേട്ടോ. ഞാൻ റൊണാൾഡോയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, 1-2 വീഡിയോസ് റൊണാൾഡോയെ കുറിച്ച് ചെയ്തിട്ടുണ്ട്, യൂട്യൂബ് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ കൂടുതൽ മെസ്സിയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള ആളെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ സംസാരിക്കുക. റൊണാൾഡോയുടെ അറ്റ്മോസ്റ്റ് റെസ്പെക്ട് മാത്രമേ ഉള്ളൂ. ഒരു തരത്തിൽ വിരോധമില്ല, ദേഷ്യമില്ല. എന്നൊരു റൊണാൾഡോയെ കളിയാക്കിയൊന്നും പറഞ്ഞിട്ടില്ല, കൂട്ടുകാരുടെ ടൈപ്പിൽ പറഞ്ഞിട്ടില്ല. വിരാട് കോഹ്ലിയോട് ചോദിച്ചാൽ വിരാട് കോഹ്ലി പറഞ്ഞേക്കാൾ മുമ്പ് എനിക്കറിയാവുന്ന അയാളുടെ ഫേവറേറ്റ് റൊണാൾഡോ ആണ്. കാരണം അവർ രണ്ടുപേരും പേഴ്സണാലിറ്റീസ് ഒരുപോലെയാണ്. സച്ചിനോട് ചോദിച്ചപ്പോൾ സച്ചിൻ പറഞ്ഞത് എനിക്കിഷ്ടം മെസ്സിയാണ്. അപ്പോൾ രണ്ടുപേരും പേഴ്സണാലിറ്റീസ് ഒരുപോലെയാണ്. അപ്പോൾ പീപ്പിൾ ആർ ഡിഫറെൻറ്റ്, രണ്ടുപേരും സ്റ്റൈൽ ഡിഫറെൻറ്റ്. എന്നോട് ചോദിച്ചാൽ ഹൂ ഇസ് ദ ബെസ്റ്റ് എന്ന് വെച്ചാൽ എനിക്കത് മെസ്സിയാണ്, ഗെയിമിൻ്റെ കാര്യത്തിലും പേഴ്സണാലിറ്റിയുടെ കാര്യത്തിലും. ഇപ്പം മെസ്സിയുടെ ഒരു സെലിബ്രേഷൻ, അതിലൊരു ഹംബിൾനെസ് ഒക്കെ ഉണ്ട്. അപ്പം പുള്ളി അതുപോലെ ഒരു സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ഒരാൾ കൂടിയാണ്. അതിനെ നമുക്ക് വേണമെങ്കിൽ ഇൻട്രോവേർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി ഞാൻ ഇൻട്രോവേർട്ടാണ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഞാൻ ഇൻട്രോവേർട്ടാണ്, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം ഇതിനെങ്ങനെയാണ് നോക്കി കാണുന്നത്? ഓരോരുത്തരുടെ ക്യാരക്ടറാണ്, നമ്മളതിനെ ആക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് 2 ചേട്ടന്മാരാണ്. 2 ചേട്ടന്മാരുടെ ഭാര്യമാരിൽ മൂത്ത ആളുടെ വൈഫ് സൈന ചേച്ചി ഭയങ്കര എക്സ്ട്രോവേർട്ട് അല്ല. അവൾ വളരെ സിമ്പിളായിട്ട് സംസാരിക്കുന്ന, എന്താ പറയുക, വളരെ ഭയങ്കര പുറത്തേക്ക് വന്ന് അങ്ങ് നിൽക്കുന്ന ഒരാളല്ലോ. രണ്ടാമത്തെ ആൾ അലീന ചേച്ചി വളരെ ഫ്രണ്ട്ലി. രണ്ടുപേരും ഫ്രണ്ട്ലി ആണെങ്കിൽ അലീന ചേച്ചി കുറച്ചുകൂടി അത് എക്സ്പ്രസ് ചെയ്യുന്ന 2 തരത്തിൽ. പക്ഷെ രണ്ടുപേരും 2 തരത്തിൽ സ്വീറ്റാണ്, രണ്ടുപേരും 2 തരത്തിൽ ഇൻസ്പയറിംഗ് ആണ്, 2 തരത്തിൽ ലവിംഗാണ് അവരുടെ ഭർത്താക്കന്മാരോടും നമ്മുടെ കുടുംബത്തോടും. ഇപ്പോൾ ഏതാണ് ഐഡിയൽ? എന്തുകൊണ്ട് ഇപ്പോൾ സൈന ചേച്ചിയോട് എന്തുകൊണ്ടാണ് നിനക്ക് കുറച്ചുകൂടി മിണ്ടിയാൽ, അല്ലെങ്കിൽ അലീന ചേച്ചിയോട് നീ എന്തിനെങ്കിലും എല്ലാത്തിനും എക്സ്പ്രസ് ചെയ്യണമെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. പേഴ്സണാലിറ്റീസ് ആർ ഡിഫറെൻറ്റ്. അത് നമുക്ക് ആരും ബുദ്ധിമുട്ട് നൽകാണ്ടിരുന്നാൽ നമുക്ക് ഒരാളെ ഒന്നും നിർബന്ധിക്കാൻ പറ്റില്ല. എൻ്റെ ഗുരുവായിട്ടുള്ള ബോബി ജോസ് കട്ടിക്കടച്ചൻ പറഞ്ഞിട്ടുള്ളത്, എന്തിനാ നിങ്ങൾ ഇൻട്രോവേർട്ട്സ് നിർബന്ധിക്കണേ, എന്തിനാ എത്രപ്പെടുത്ത് സംസാരിക്കണേ? ഇപ്പം നമ്മൾ കൂട്ടത്തിലിരിക്കുന്നത് ഞാൻ ഇൻട്രോവേർട്ടാണ്. ഇപ്പോൾ
ഒരാളെയും നമുക്ക് പുഷ് ചെയ്യേണ്ടതില്ല. ചെറിയ സജഷൻസ് വേണമെങ്കിൽ പറയാം. അപ്പം നീ അങ്ങനെ മാറി നിൽക്കല്ലേ, കുറച്ചൊക്കെ ഒന്ന് വേണമെങ്കിൽ പറയാം. അല്ലാണ്ട് നീ ഇങ്ങനെ ഒച്ചെടുക്കുന്ന വലിയ അർത്ഥമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം മെസ്സിക്ക് റോഡ്രിഗോ പോൾ, അങ്ങനെയാണെങ്കിൽ ജോസഫ് ഫെർണാണ്ടോ ജോസിന് ആരായിരിക്കും? നമുക്ക് അങ്ങനെ കുറച്ച് ആളുകളുണ്ട് കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അർജന്റീന ടീം നമുക്ക് തന്നെ ഉണ്ട്, സീരിയസ്ലി ഉണ്ട്. എന്ന് വെച്ചാൽ അത് ഓരോ തരത്തിലാണ്. ഇപ്പം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വരുന്ന ഒരാളെന്ന് പറഞ്ഞ ഒരാളൊന്നുമില്ല. പക്ഷെ നമ്മൾ വീഴാതെ നോക്കുന്ന ആളുകളുണ്ട്. ഞാനിങ്ങനെ പേരുകൾ പറയുന്നില്ല, കാരണം പിന്നെ അത് അവർക്ക് റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെ ഖത്തറിലൊരു സുഹൃത്തുണ്ട്, ഇറ്റലിയിലൊരു സുഹൃത്തുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി എല്ലാവരും വിദേശത്താണ്. നമ്മൾ പക്ഷേ ഒരു ആവശ്യത്തിന് അവരെല്ലാവരും ഉണ്ട് നാട്ടിൽ. ഇപ്പോൾ അച്ഛന്മാരെന്ന് പറയാൻ നേരത്തെ ആദ്യത്തെ ടോക്കി പറഞ്ഞൊരു ഗുരു എന്ന് പറഞ്ഞ 2 പേരുണ്ട്. പെൺസുഹൃത്തുക്കളുണ്ട്, കൃത്യമായിട്ട് നമ്മളെ മനസ്സിലാക്കുന്ന ഒരു മദർലി പെർസ്പെക്റ്റീവിലൊക്കെ ഗൈഡ് ചെയ്യുന്ന ആളുണ്ട്. അച്ഛനും അമ്മയുണ്ട്. എന്ന് പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ ആളുകളുണ്ട്. ഒരു അർജന്റീന ടീം തന്നെയുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ളത് റൊണാൾഡോയ്ക്കാണ്. എന്തുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നത്? എൻ്റെ ജിം ട്രെയിനർ ഉണ്ട്, ഇതിനു മുമ്പ് ഉണ്ടായത് ജിം ട്രെയിനറാണ്. അവൻ കടുത്ത റൊണാൾഡോ ഫാനാണ്. പക്ഷെ റൊണാൾഡോൻ്റെ കളികൾ അങ്ങനെ കാണുന്ന ഒരുത്തനല്ല. അത് ഞാൻ എന്താണ് പിന്നെ റൊണാൾഡോനോട് ഇഷ്ടപ്പെടുന്നത്? അവൻ പറഞ്ഞത് റൊണാൾഡോ കഷ്ടപ്പാടിൽ നിന്ന് അധ്വാനിച്ച് ഇവിടെ എത്തിയ ഒരാളാണ്, എൻ്റെ ഇൻസ്പിറേഷൻ അതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന റൊണാൾഡോൻ്റെ മാച്ച് അവൻ കണ്ടിട്ടില്ല. അത് കുറ്റമായിട്ട് പറയുന്നില്ല, പക്ഷെ അവന് റൊണാൾഡോൻ്റെ വീഡിയോ എനിക്ക് അയച്ചു തരണേന്ന് പറയുന്ന ഒരാളാണ്. പിന്നെ ഗേൾസിന് നല്ലൊരു ശതമാനം റൊണാൾഡോയോടാണ് ചായ്വ് കൂടുതൽ ബൈ ഡിഫോൾട്ട്. കാരണം ഹീ ഈസ് വെരി ഗുഡ് ലുക്കിംഗ്, വെരി മാച്ചോ ലെവലിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഒരു സാധനം, ഒരു പൊടിക്കൊരു അഡ്വാൻറ്റേജ് റൊണാൾഡോയ്ക്ക് ഉണ്ട്. ആൻഡ് മോർ ഓവർ, ഇപ്പോൾ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ സിനിമ കാണുമ്പോൾ മംഗലശ്ശേരി നീലകണ്ഠയിൽ ഇടിക്കുന്നുണ്ട്, നമ്മൾ വീട്ടിൽ തലവണേനെ ഇടിക്കാറുണ്ട്. ഈ നമ്മൾ ചെറിയ കുട്ടികളുടെ മുമ്പിൽ 2 സെലിബ്രേഷൻ വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ എന്ന് കാണിക്കുന്ന സെലിബ്രേഷനും ഇത് കാണിച്ചു കൊടുത്താൽ പിള്ളേർ എടുക്കാൻ പോകണം മറ്റേതായിരിക്കും. കാരണം അതിനോടാണ് പിള്ളേർക്കും താല്പര്യം, ആ ഒരു അഗ്രഷൻ സാധനം. അപ്പം അതൊരു റീസൺ ആണെന്ന് എനിക്ക് തോന്നുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ, റൊണാൾഡോൻ്റെയും മെസ്സിയുടെയും ജീവിതത്തിൻ്റെ തുടക്കഭാഗം വെച്ച് നോക്കുകയാണെങ്കിൽ റൊണാൾഡോൻ്റെ വളരെ കുറെ കൂടി മോശപ്പെട്ട ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അയാൾ പടവെട്ടി കയറി വന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെ മോറലി ഡൗൺ ആയിട്ട് കിടക്കുന്ന കുറേ മനുഷ്യർക്കൊക്കെ കുറച്ചൊന്ന് ജീവിതത്തിൽ എന്തൊക്കെ ആവണമെന്നുള്ളവർക്ക് ഈ മനുഷ്യൻ വലിയ ഇൻസ്പിറേഷനാണ്. വിത്ത് ഓൾ റെസ്പെക്ട് ടു റൊണാൾഡോ ഫാൻസ്, ഫുട്ബോളിനെ ഡെയിലി കാണുകയും അതിനെ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുന്ന ആളുകൾക്ക് മെസ്സിയാണ് ദി ബെസ്റ്റ് പ്ലെയർ. കാരണം അത് ഫുട്ബോളിലെ കോച്ചസിനോട് ചോദിച്ചാലും പ്ലേയേഴ്സിനോട് ഈ ഒപ്പീനിയൻ എടുക്കുന്ന പരിപാടിയുണ്ട്. 90% ഗോട്ട് എന്ന് പറയുന്നത് മെസ്സിയാണെന്ന് പറയാം. ഇപ്പൊ മെസ്സി ഇനിയിപ്പം കേരളത്തിലേക്ക് വരുന്നു എന്നൊക്കെയാണ് പറയുന്നത് 2025. മെസ്സിയോട് ഒരു വാക്ക് ചോദിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും അതിനൊരു മറുപടി കിട്ടണം എന്നൊരിക്കലും ആഗ്രഹിച്ചില്ല? അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ നേരിട്ട് മീറ്റ് ചെയ്താൽ എന്ത് ചോദിക്കും? മെസ്സിയോട് ഒരു ചോദ്യമില്ല, കാരണം ഒന്നാമത് ചോദ്യങ്ങൾക്ക് വളരെ കുറച്ച് ഉത്തരം മാത്രം പറയുന്ന ഒരാളാണ് അദ്ദേഹം. എനിക്ക് മെസ്സിയോട് ചോദിക്കാൻ ഹഗ് എന്ന് മാത്രമേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ, ആൻഡ് ഐ എം ഷുവർ ഹി വിൽ ഹഗ്. മെസ്സിയുടെ ഹഗ്ഗിനെ കുറിച്ച് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാണെങ്കിൽ മനസ്സിലാവും. അയാൾ ഹഗ് ചെയ്യുമ്പോൾ അയാളുടെ കണ്ണിങ്ങനെ അടയും. ഇനിയിപ്പോൾ നോക്കിക്കോട്ടോ, നിങ്ങളിപ്പോൾ സെലിബ്രിറ്റീസ് ഹഗ്ഗിങ് കൊടുത്ത് നോക്കുക, എല്ലാവരും ഹഗ് ചെയ്യുമ്പോൾ ചിരിച്ചിടേ എന്നൊക്കെ ആയിരിക്കും. അയാൾ ഇങ്ങനെ അയാൾ മുഖവും അയാൾ ശ്വാസം കൊടുക്കുക, അയാൾ ഇങ്ങനെ ഹഗ് ചെയ്തിട്ട് ഇങ്ങനെ വിടുള്ളൂ. അത് ആരെയാണെങ്കിലും അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ സെയിം ജസ്റ്റർ ഞാൻ ജോസഫ് ഫെർണാണ്ടോ ജോസിൽ കണ്ടെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ സ്പീച്ച് കൊടുക്കുന്ന സമയത്ത് ചില സാധനം പറയുമ്പം അറിയാതെ കണ്ണടച്ച് സംസാരിക്കും. അത് അറിയാതെ സംഭവിക്കുന്നതാണ്, അതോ ഇതിൽ നിന്ന് എന്തെങ്കിലും ഇൻസ്പിറേഷൻ? അല്ല, അതെൻ്റെ നേച്ചറിലുള്ളതാണ്. ഞാൻ എപ്പോഴും പറയുന്നത് ഐ ക്ലോസ് മൈ ഐസ് വെൻ ഏഞ്ചൽസ് സ്പീക്ക് ടു മീ എന്നാണ്. എനിക്ക് അത് മാലാഖ ചെറുകടി ജോസഫ് ഇത് പറയാന്ന് പറയുന്നതല്ല ഞാൻ പറയുന്നത്. ചില കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ ഹൃദയം ഇങ്ങനെ പടക്കണമെങ്കിൽ അറിയാൻ പറ്റും. അതൊരു മൊമെൻ്റാണ് നമ്മുടെ ലൈഫിൽ. അല്ല, അങ്ങനെയല്ല. നമ്മളിങ്ങനെ സംസാരിക്കുന്ന നേരത്ത് ഒരു സാധനം പറഞ്ഞു കഴിയുമ്പോൾ ഐ ഫീൽ എന്തോ ഒന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ഹൃദയത്തിൽ നിന്ന്. കാരണം അതിൻ്റെ റെസ്പോൺസ് ഒക്കെ ലൈവ് കാണാൻ പറ്റും. ചില കുട്ടികളെ കണ്ണിങ്ങനെ കാണാൻ ഞാൻ പറയില്ല, ഒരപ്പച്ചൻ എന്നെ കൈ പിടിച്ചിങ്ങനെ കരഞ്ഞു. ഞാൻ പറഞ്ഞ ഏതോ വാചകമായിരിക്കുമോ, ഞാൻ ചിലപ്പോൾ കണ്ണടച്ച മൊമെൻറ്റിലായിരിക്കാം. ഞാൻ അടിവരയിട്ട് പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങളിലാണ് കണ്ണടഞ്ഞു പോണേന്ന് എനിക്ക് തോന്നുന്നു. ടേസ്റ്റ് നോക്കിയാലോ? ഓഫ് കോഴ്സ്, അത് സൂപ്പിൽ നിന്ന് തുടങ്ങാം. യെസ്. ഈ ഫുട്ബോളും
പേഴ്സണൽ ലൈഫും കുറേ ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് കുറേ ഇൻസിഡൻസ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അർജൻറ്റീന വേൾഡ് കപ്പ് ഉയർത്തിയപ്പോഴാണ് അമ്മയെ ഹഗ് ചെയ്തതെന്ന് പറയും. ഫിസിക്കലായിട്ടുള്ള സ്നേഹം ആണോ അതോ റെസ്പെക്റ്റ് ആണോ? പൊതുവെ എല്ലാവരും വിചാരിക്കുന്നത് ഇങ്ങനെ കബീർ പൊന്നമ്മയും മോഹൻലാലും പോലത്തെ ഒരു ഇക്വേഷനാണ് എൻ്റെ വീട്ടിൽ നിന്നാണ്. ഒരിക്കലും അല്ല. ഇപ്പോൾ ടച്ച് എന്നുള്ള കാര്യം കുറവായിരുന്നു വീട്ടിൽ. ഞാനത് എൻ്റെ അമ്മയോടും ചോദിച്ചിട്ടുണ്ട്. അപ്പം അമ്മയുടെ അമ്മാമ്മയോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് 10 മക്കളായിരുന്നു. ഓരോരുത്തർ ഇങ്ങനെ വാരിപ്പുണരുന്ന സ്നേഹമൊന്നും അവർക്കും അങ്ങനെ കിട്ടിയിട്ടില്ല. ഞാൻ കേട്ടുള്ള വളരെ ഡെപ്തുള്ള ബഹുമാനം, മ്യൂച്വൽ റെസ്പെക്റ്റ്, അണ്ടർസ്റ്റാൻഡിങ്, ഹെൽപ്പിംഗ് നേച്ചർ, സ്നേഹം, ഇതാണ്. ഈ വാത്സല്യ ലൈൻ അധികം അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ വീട്ടിൽ അമ്മയപ്പനും ഞാൻ തമ്മിൽ സ്നേഹം എന്ന് വെച്ചാൽ വളരെ സ്നേഹമാണ്. അത് ബഹുമാനം കലർന്നൊരു സ്നേഹമാണ്. ബഹുമാനം എന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ ആദരവ് വന്നിരിക്കുന്ന അമ്മയെ പോകട്ടെ എന്ന് പറയുന്നതൊന്നും അല്ല. യു മേക്ക് ഷുവർ യു ഡോണ്ട് ഹേർട്ട് യുവർ പാരൻസ് നോയിങ്ലി. അറിഞ്ഞുകൊണ്ട് അവരെ വേദനിപ്പിക്കാതിരിക്കലാണ് ഏറ്റവും മഹത്തായ സ്നേഹം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ലൈഫിൽ എടുത്ത ഡിസിഷൻസിൽ ഈ പാരൻസ് എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്ന സാധനം ഭയങ്കര ഹൈ ആണ്. അപ്പം അതിലെപ്പോഴെങ്കിലും അങ്ങനെ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ആയിരുന്നു? അവനത് ചെയ്തത് തെറ്റായിപ്പോയി, അങ്ങനെ ആ ഒരു ഡിസിഷൻ തെറ്റായിരുന്നു, അവിടെ ചെയ്യേണ്ടായിരുന്നു, അങ്ങനെ? എന്നോട് ഒരിക്കലും ഇങ്ങനെ വിരൽ ചൂണ്ടിട്ട് നീ ചെയ്ത ആ കാര്യം എന്ന് പറഞ്ഞ് ഇന്ന് വരെ ഒരവസരം ഒന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ മാസം 10,000 രൂപ സാലറി ഉള്ള ഒരു ജോലി ഞാൻ ഒരു സുപ്രഭാതത്തിൽ വേണ്ടെന്ന് വയ്ക്കുന്നു, എനിക്ക് പറ്റണില്ല എന്ന് ഞാൻ പോരുന്നു. ഏതൊരു പാരൻസും ചിന്തിക്കണ പോലെ അവരും ചോദിച്ചിട്ടുണ്ട്, എൻ്റെ പൊന്നുമോനെ ഇത്രയും നല്ല ജോലി വീടിൻ്റെ അടുത്ത് എന്ത് ചെയ്യാനാണ് ഇനി പോകുന്നത്, അതിൻ്റെ ഒരു ലോജിക്ക് വേണ്ടതൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പേര് ടോർച്ചർ ചെയ്യപ്പെട്ടിട്ടില്ല. അത് ഡിഫറെൻ്റ് ആവുള്ളൂ. അതുകൊണ്ട് എനിക്ക് ആ പ്രശ്നം അങ്ങനെ വീട്ടിൽ നിന്നുണ്ടായിട്ടില്ല. അല്ല, ബേസിക്കലി നമ്മളൊരു പ്രൊഫഷണൽ ജോബിൽ നിന്നും ഒരു ക്രിയേറ്റീവ് സൈഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മൻസീവായിട്ടുള്ള സ്ട്രഗിളാണ്. അത് പുറത്തു നിന്ന്, അല്ലെങ്കിൽ ഈ ആ ഒരു ക്രിയേറ്റീവ് സർക്കിളിൽ നിന്ന് പുറത്തു നിന്ന് നോക്കുന്ന ആൾക്ക് ഇത് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണത്. അപ്പോൾ അതെങ്ങനെ കൺവേ ചെയ്തു ഫാമിലിയിൽ? ഐ എം ഗോയിങ് ടു ഡു ദിസ്, ഇതാണ് എൻ്റെ വഴി, ഞാനിതിൽ സക്സസ്ഫുൾ ആവും, ഐ എം സ്കിൽഡ്, എനിക്കതിൽ സ്കില്ലുണ്ട്, ഐ എം ഗുഡ് ഇൻ ദാറ്റ്. എനിക്ക് ആ കൂടി ഉണ്ടായിരുന്ന കോൺഫിഡൻസ്. എനിക്ക് നമ്മൾ 2 വീഡിയോ ഇട്ട് ആ സമയത്ത് 2017 അത് വൈറലാവുന്നത്. ആദ്യത്തെ വീഡിയോ ഇട്ട് ഏകദേശം 3-4 ആഴ്ച കഴിയുമ്പോഴാണ് 2ാമത്തെ വീഡിയോ ഇട്ടത്. കാരണം എനിക്കറിയാം ഇത് എന്തിനാ വൈറലായെന്ന്. കാരണം ഭാഗ്യമാണോ ഓക്കെ, ഞാൻ പറഞ്ഞ കോണ്ടന്റിൽ എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ അത് വൈറലാവുന്ന ചിലപ്പോൾ ഫാഷൻ ചാനലിൻ്റെ കേസൊക്കെ ഉള്ളതുകൊണ്ടാണോ എന്ന് കരുതി ഞാൻ ഒരു 3-4 ആഴ്ചപ്പോൾ ഒരു വീഡിയോ കൂടി ഇട്ടു. പേര് പറയാണ്ട്, ജോസഫിൻ്റെ കുടിയോസ് എന്ന് പറയാണ്ടൊരു വീഡിയോ ഇട്ടു. അതും രമ്യ നമ്പീശ്, അങ്ങനെ കുറച്ച് സിനിമ ആർട്ടിസ്റ്റുകളും ആളൊക്കെ തിരുവനന്തപുരത്ത് കിടന്നൊരു കൊലപാതകവുമായി ബന്ധപ്പെടുത്തി പാരൻറ്റിങ്ങുമായി കണക്ട് ചെയ്തൊരു സാധനമാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരു കാര്യത്തെ കണ്ടത് മടുപ്പിക്കാത്ത രീതിയിൽ പറഞ്ഞു കൊടുക്കാമെന്നൊരു ഗിഫ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. റേഡിയോ ജോബിൽ പോയാൽ അതെനിക്ക് കറക്റ്റ് സ്പേസ് ആണ്. ആ കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായുള്ളൂ. അവിടെ ഞാൻ പോയിട്ട് കണ്ടോ നാളെ ലോകം അറിയുന്ന അർജി, അത് നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് അമ്മ എനിക്കിത് പറ്റണ പരിപാടിയാന്ന് തോന്നുന്നു, അതിന് അത്യാവശ്യമില്ലാത്ത പൈസ അവർ തരാമെന്ന് പറഞ്ഞു. കാരണം പഴയ കമ്പനിയുടെ സാലറി വെച്ചിട്ട് ഇതിനകത്ത് തരില്ലായിരുന്നു. പക്ഷെ എങ്കിലും അവരെ ക്ലോസ് ടു ദാറ്റ് എനിക്കൊരു പേയ്മെന്റ് ആണ് എനിക്ക് സ്റ്റാർട്ടിങ് കിട്ടിയത്. ലൈഫിൽ കരിയർ സ്റ്റാർട്ട് ചെയ്തതിൽ നിന്നും വേറെ വഴിയിലൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് ഇപ്പം ഒരു ഒരു വലിയൊരു പൊസിഷനിൽ നിൽപ്പുണ്ട്. സക്സസ്ഫുൾ ആണോ എന്ന് ഒറ്റ വാക്കിൽ ചോദിച്ചാൽ? ജാപ്പനീസ് മനുഷ്യരുടെ ഹാപ്പിനെസ്സിനെ കുറിച്ച് റിസർച്ച് ചെയ്ത് എഴുതപ്പെട്ട മില്യൺസ് ഓഫ് കോപ്പീസ് വിറ്റഴിഞ്ഞ ബുക്കാണ് ഇക്കിഗായ്. ഇക്കിഗായ് അതായത് ജാപ്പനീസ് മനുഷ്യരുടെ ഹാപ്പിനെസ്സിന്റെ റൂട്ട് എന്ന് പറയുന്നത് ദ ഹാപ്പിനെസ് ഓഫ് ബീയിങ് ബിസി എന്നുള്ളതാണ്. ബിസി ആയിരിക്കുന്നതിലെ സന്തോഷം എന്ന് വെച്ചാൽ നമ്മുടെ ജോലി നമുക്ക് പൈസ തരുന്നു, നമ്മുടെ ജോലി നമുക്ക് സംതൃപ്തി തരുന്നു, നമ്മുടെ ജോലി സൊസൈറ്റിക്ക് എന്തെങ്കിലും നൽകുന്നു. ഇത് 3 വരുന്നുണ്ടെങ്കിൽ യു ഹാവ് ഫൗണ്ട് യുവർ ഇക്കിഗായ് എന്നാണ്. എൻ്റെ ജോലി നോക്കൂ, ഞാൻ എഴുത്തുകാരനാണ്, ബുക്ക് വിറ്റുന്നതൊരു പൈസ എനിക്ക് വരുന്നുണ്ട്. ഞാൻ എഴുതുന്ന കാര്യം എനിക്ക് ത്രില്ലിംഗ് ആണ്, എനിക്കിഷ്ടമാണ് എഴുതാൻ, ഞാൻ അതിൽ ഹാപ്പിയാണ്. ഈ ബുക്ക് വായിച്ചിട്ട് ആർക്കൊക്കെയോ അവരുടെ സമയം നല്ല രീതിയിൽ വായിക്കുന്നത് അവർക്ക് ഉപകാരപ്പെടുന്നു, ചിലർക്ക് അത് ലൈഫിനെ സഹായിക്കുന്നു. ഐ ഹാവ് ഫൗണ്ട് മൈ ഇക്കിഗായ്. ആ പെർസ്പെക്റ്റീവിൽ ഇഫ് യു ആസ്ക് മീ സക്സസ്ഫുൾ, ഐ ആം സക്സസ്ഫുൾ ആസ് ഓഫ് നൗ. അത് പക്ഷേ എൻ്റെ വീട്ടിൽ കിടക്കുന്ന കാറിൻ്റെ വലിപ്പം വെച്ച് നോക്കിയിട്ടോ ഞാൻ ഉപയോഗിക്കുന്ന വാച്ചിൻ്റെ വലിപ്പം വെച്ച് നോക്കിയിട്ടോ ആയിരിക്കരുത്, മറ്റു തരത്തിലാണ്. അത് ഒരു ഔട്ട്സൈഡേഴ്സ് പെർസ്പെക്റ്റീവ്. ഇനി പരീക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അതായത് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഭയങ്കരമായി വലുതാകുന്നുണ്ട്. എപ്പോഴെങ്കിലും 1-2 പ്രാവശ്യം ട്രൈ ചെയ്ത് എനിക്ക് ഭയങ്കര താല്പര്യം. നമ്മൾ ആക്ച്വലി സ്റ്റാൻഡപ്പ് ഒരു ട്രെയിലറൊക്കെ വെച്ച് നമ്മുടെ ഫോളോവേഴ്സിന് പോലെ അത് അറിയണ്ടാവില്ല. കാരണം കുറേ ഫോളോവേഴ്സ് കൊറോണയ്ക്ക് മുമ്പൊക്കെ എനിക്കൊരു 400K ഒക്കെ ആയിരുന്നു ഫോളോവേഴ്സ്. പിന്നീടാണ് ഒരു 1 മില്യൺ റേഞ്ചിലേക്കൊക്കെ വരുന്നത്. അപ്പം നല്ല അതിനു മുമ്പ് സ്റ്റാൻഡപ്പ് കോമഡി നമ്മൾ ട്രെയിലറൊക്കെ ചെയ്ത് ആദ്യത്തെ ഷോ നടത്തുന്നത് ദുബായിലാണ്. ഓപ്പൺ ഓഡിറ്റോറിയത്തിലായിരുന്നു, ഇഷ്ടംപോലെ ഓപ്പൺ സ്പേസിലായിരുന്നു. നല്ല രീതിയിൽ അത് വർക്കായി. പിന്നെ VIT വെല്ലൂർ നടത്തിയിരുന്നു. അവരുടെ കോളേജിന്റെ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അവർ നമ്മുടെ സ്റ്റാൻഡപ്പ് കോമഡി ഷോ എന്ന് പറഞ്ഞ് വെച്ചാണ്
അനൗൺസ് ചെയ്തത്. എനിക്ക് നമുക്ക് ഭയങ്കര സർപ്രൈസ്, കാരണം നമ്മുടെ അടുത്ത് നിന്ന് മോട്ടിവേഷൻ എന്നൊക്കെ പ്രതീക്ഷ വന്നിട്ട് അതായിരുന്നു. നമ്മൾ അവരെ ചിരിപ്പിക്കും, അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊരു ഹ്യൂമറസ് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ അവർക്ക് സർപ്രൈസിങ് ആണ്. എക്സ്ട്രാ കഥ പറയുന്നതിനെ കൊണ്ട് ഇയാളെ കൊണ്ട് തമാശ പറയാൻ പറ്റുമെന്നുള്ളൊരു തമാശ പറഞ്ഞേക്കാൾ ഉപരിയായിട്ട് തമാശ ഓഫ്കോഴ്സ് തമാശയാണ്, പക്ഷെ അത് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വരുന്ന സാധനം അല്ലല്ലോ. ഇപ്പം നമ്മളിപ്പോൾ വരുന്ന വഴിക്ക് പ്രൊഡ്യൂസർ ചോദിച്ചു, ജോസഫ് നിങ്ങൾ രണ്ടുപേരും ആദ്യം നീ ആയിരുന്നു അപ്പുറത്ത്, ജോസഫ് ആയിരുന്നു അപ്പുറത്ത്. ഞാൻ അറിയാണ്ട് പറയാൻ പറ്റും, അസംബ്ലി ഒന്നുമല്ല, നമുക്ക് എങ്ങനെയും തോന്നാ പോലെ. അതിനെ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിപ്പോൾ വേറെ ആൾ പറയുമ്പോൾ അത് ഹ്യൂമർ ഉണ്ടാവണമെന്നില്ല, പക്ഷെ ആ മൊമെന്റിൽ നമ്മൾ അറിയാണ്ട് ചിരിക്കുകയാണ്. സ്റ്റാൻഡപ്പിന്റെ ഏറ്റവും വലിയ സംഭവം അവർ പ്രിപ്പയർ ചെയ്തൊന്ന സാധനമല്ല. നിങ്ങൾ ഏത് സക്സസ്ഫുൾ സ്റ്റാൻഡപ്പ് കോമഡി ഷോസ് ചോദിക്കും, അവർ ഓരോരുത്തരോട് ചോദിക്കും വിച്ച് കൺട്രി, ഇന്ത്യ എന്ന് പറഞ്ഞു ലൈവ് ഉണ്ടാക്കാനുള്ള സ്കില്ലാണ് സ്റ്റാൻഡപ്പ്. എനിക്കത് താല്പര്യമുണ്ട്. ഞാൻ വിചാരിക്കുന്നത് നമ്മൾ പോകുന്ന ടോക്ക് ഷോസ് ഇതിന്റെ ഒരു ബ്ലെൻഡ് ആണെന്നാണ്. ഒരു ഇൻ ആൻഡ് ഔട്ട് സ്റ്റാൻഡപ്പ് കോമഡിയും അല്ല, ഒരു ത്രൂ ഔട്ട് മോട്ടിവേഷണൽ സംഭവം അല്ല, ഇറ്റ്സ് എ റൈറ്റ് മിക്സ് എന്നാണ് എനിക്ക് തോന്നുന്നു. ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് സിനിമയാണ്, എഴുത്ത്. ഇത് ഞാൻ സിനിമ എഴുതുമെന്ന് പറയാൻ വേണ്ടി ഇപ്പം 4-5 കൊല്ലമായിട്ടോ. 4 കൊല്ലം മുമ്പത്തെ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത കൊല്ലം ചിലപ്പോൾ സിനിമ ഉണ്ടാവുന്നു. പക്ഷെ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് വെറുതെ ഇരിക്കാനുള്ള സമയം കിട്ടില്ല. അപ്പം ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന കാര്യം 2 ബുക്കുകൾ ഇറങ്ങുന്നുണ്ട്. ഒരു ബുക്ക് കോൺട്രാക്ട് സൈൻ ചെയ്തു, അത് 2025 ഇറങ്ങണം. പിന്നെ ഒരു തമാശ പുസ്തകമാണ്, കുട്ടി പുസ്തകമാണ്, ഒരു കുഞ്ഞ് സ്ക്വയറിൽ നമ്മുടെ കുട്ടി അനുഭവങ്ങൾ ഇങ്ങനെ വെറുതെ ആർക്കും വായിക്കാന്നാണ് പുസ്തകത്തിന്റെ പേര്. അത് വായനാശം ഇല്ലാത്തവരും അതാണ് മനസ്സിലിട്ടുണ്ട്. എനിക്ക് വേറെ ഇത് കേട്ടിട്ട് എടുത്ത് കോപ്പറേറ്റഡ് ആർക്കും വായിക്കാം. ഇങ്ങനെ ഒരു പേജുള്ളൂ, 1 മിനിറ്റ് വായിച്ചു തരും. ഒരു കുഞ്ഞ് സംഭവമായിരിക്കും, തോട്ട്സ്, അങ്ങനെ ഒരു 250 തോട്ട്സ്, ഒരു ബുക്ക്. വെറുതെ ഇരിക്കുമ്പോൾ വായിക്കാം, എടുത്ത് കളയാം, എവിടെ നിന്ന് എടുത്ത് വായിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ബുക്ക് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ റൈറ്റ് ആസ് ഓഫ് നൗ. കാരണം ഐ വിൽ ട്രൈ ടു റൈറ്റ് എ മൂവി. എൻ്റെ ഫുൾ എനർജി ബുക്ക് എന്നുള്ള കാര്യം ഞാൻ വിടാനാണ് തീരുമാനിച്ചത്. ഞാൻ ഉദ്ദേശിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 5 to 10 years ഇഫ് ഞാൻ എഴുതുന്ന മൂവി പുറത്തു വരണം, മൂവി സക്സസ്ഫുൾ ആവണം, പുതിയ ഇതാണ് ഇനി എൻ്റെ പരിപാടി എന്ന് എനിക്ക് തോന്നണം. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അതിനെപ്പോഴും കൊന്ത ഇടുന്നതാണല്ലോ. കൊന്ത വെരി ഗുഡ് ഒബ്സർവേഷൻ. ആക്ച്വലി ഇന്നലെ ഉറക്കത്തിൽ പൊട്ടിപ്പോയതാണ്. കൊന്ത ഇടാറുണ്ട്, കുട്ടിക്കാലം തുടങ്ങിയൊരു ശീലമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഒരു കോട്ട് ചോദിച്ചാൽ, അതായത് ഇപ്പം ജീസസും ബുദ്ധനും ഒക്കെ തിരിച്ച് അലൈവായിട്ട് നമ്മുടെ ഭൂമിയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പം അവരുടെ പേരിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കണ്ടാൽ അവർ ഷോക്ക്ഡായിപ്പോവും. സംഭവമുണ്ട്. എന്താ തോന്നുന്നു? അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു അധ്യാപകൻ ക്ലാസ്സിൽ കെമിസ്ട്രി പഠിപ്പിക്കാണെന്ന് കരുതാം. കുറേ പേര് പരീക്ഷണമൊക്കെ നടത്തി പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നു, വേറൊരുത്തും ബോംബിടുന്നു. ബോംബിടണോടെ കാണുമ്പോൾ അധ്യാപനം തോന്നുന്നുള്ള തന്നെയായിരിക്കും. അത്രേ ഉള്ളൂ, എനിക്കതാ തോന്നുന്നത്. കാരണം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്, ഈ ദൈവത്തെ കുറ്റം പറയുമ്പോൾ അതിന് ഭയങ്കര മാർക്കറ്റാണ്. ദൈവവിശ്വാസികളെ കുറ്റം പറയാൻ എളുപ്പമാണ്. മതത്തിൻ്റെ പേരിലാണ് 2 ലോക മഹായുദ്ധങ്ങളെക്കാൾ കൂടുതൽ മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നൊരു കാര്യം, ഇപ്പോൾ ഞാൻ ക്രിസ്തു മതത്തിലാണ് ജനിച്ചത്, അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ചാണ് പറയാൻ പറ്റുള്ളൂ. ഞാൻ നേരിട്ടറിഞ്ഞു, ഈ കന്യാസ്ത്രീമാർ നടത്തുന്ന ചില ഓൾഡ് ഏജ് ഹോംസ് ഉണ്ട്. ഞങ്ങൾ കുട്ടിക്കാലത്ത് അവിടെ പോകുമ്പോൾ ഈ വയസ്സായ അപ്പാപ്പന്മാർ, അവരുടെ ആരുമല്ലാത്ത അപ്പന്മാരെ കുളിപ്പിച്ച് പൗഡർ ഇടിയിച്ച് അവർക്ക് ഭക്ഷണം വാരിക്കൊടുത്ത് അവർ നിൽക്കുന്നു. ഇതൊരു ബ്രേക്കിംഗ് ന്യൂസ് വാല്യൂ ഉള്ളൊരു സാധനമല്ല. അത് പറഞ്ഞാൽ നാളെ വൈറലാവില്ല. എന്നാൽ ഇപ്പോൾ ഒരു ക്രിസ്ത്യനോ ഒരു മുസൽമാനോ ഒരു ഹിന്ദുവോ മറ്റൊരു സ്ഥലത്ത് കൊണ്ട് ബോംബിട്ട് കുറച്ച് നേരം കൊന്നാൽ അത് ബ്രേക്കിംഗ് ന്യൂസാണ്. തീർച്ചയായും. എത്രയോ സ്ഥലങ്ങളിൽ ഈ അവർ വിശ്വസിക്കുന്ന ഈശ്വരനെ പ്രതി എത്രയോ ആരോരുമില്ലാത്ത മനുഷ്യരെ തെരുവിൽ നിന്നെടുത്ത് മക്കളെപ്പോലെ നോക്കുന്ന ആളുകളുണ്ട്. അത് ബ്രേക്കിംഗ് ന്യൂസ് ആവില്ല. അവിടെ ബോംബ് പൊട്ടിയാൽ ഇങ്ങനെ സ്ഥാപനം ചിലപ്പോൾ ആളറിയും. അപ്പം അതുകൊണ്ട് എനിക്ക് ദൈവം കുഴൽക്കിണറിൽ വീണ ഒരാളെ എടുക്കാൻ ഇങ്ങനെ വരുന്ന ഒരാളല്ല എന്നെ. അതൊക്കെ അത്രയും ചീപ്പാക്കരുത് ദൈവത്തെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് യു വോണ്ട് ബി ഏബിൾ ടു, യു കാൺ ഫാത്തോം ഇറ്റ്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കുറെ കൂടി ഒരു സാധനം കയ്യിലുണ്ടാവണം. ഇനി ടേസ്റ്റുകളെയോ കാക്കത് ശരി വെച്ചെന്നാണ്. അപ്പം എനിക്ക് തോന്നുന്നത് അതാണ്. അപ്പോൾ എഗെയിൻ ഇപ്പോൾ ജീസസ് പഠിപ്പിച്ച കാര്യങ്ങൾ, ശത്രുവിനെ പോലും സ്നേഹിക്കുക എന്ന് പറഞ്ഞു. ജീസസ് ബൈബിളിൽ ഈ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കുറേ ആളുണ്ട്. ജീസസ് അപ്രീഷിയേറ്റ് ചെയ്യണം. ഒരു നല്ല കഥ പറയുമ്പോൾ ഒരു സമരിയാക്കാരൻ ഉപമയുണ്ട്. ആ സമാരിട്ടൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മതത്തിൽപ്പെട്ട ആളല്ല. ഒരു സിറോഫിനീഷ്യൻ സ്ത്രീയെ കണ്ട് അവരോട് സംസാരിക്കുന്ന, അവരെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മതത്തിൽപ്പെട്ട ആളല്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് മറ്റൊരു മതത്തിൽപ്പെട്ടവരെ പരിപാടിക്ക് പോയെന്നോ ഒരു മുസ്ലിം സുഹൃത്തിൻ്റെ ഒപ്പം ആയെന്നോ ഇഷ്ടമാണെന്നോ പറഞ്ഞാൽ അതിന് പേരുകൾ വേറെയായി, അത് അപകടമായി. അതെല്ലാ മതത്തിലും.
അപ്പോൾ ഓഫ് കോഴ്സ് ദേ വിൽ ബി സർപ്രൈസ്. ഇതൊന്നും കേട്ടോ ഞാൻ പറഞ്ഞെന്ന് പറയാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ കർത്താമതം മാറുമായിരിക്കും. ഇതല്ല ഞാൻ പ്രീച്ച് ചെയ്തത്, ഇതൊന്നല്ല ഞാൻ പറഞ്ഞ സാധനമല്ല. ഞാൻ പറഞ്ഞ സാധനമല്ല. കാരണം നമ്മള് ഒരു ഇതുണ്ട്, ജീസസ് വാസ് ബിട്രേഡ് ബൈ എ കിസ് ഓൺലി വൺസ്. അറിയാം, യൂദാസ് ഒറ്റ കൊടുത്തായിരുന്നു, ഒരു ചുംബിച്ചാണ് ഒറ്റ കൊടുത്തത്. ജീസസ് വാസ് ബിട്രേഡ് ബൈ എ കിസ് ഓൺലി വൺസ് ബട്ട് ബിട്രേഡ് ബൈ ഇന്റർപ്രിട്ടേഷൻസ് 1000 times. ബൈബിൾ ഇന്റർപ്രറ്റ് ചെയ്താണ് പലപ്പോഴും ഈശോനെ ആളുകൾ വഞ്ചിച്ചതെന്നാണ്. അപ്പൊ അത് എല്ലാ മതത്തിലും അതുണ്ട്. ഇപ്പൊ ഇസ്ലാമിലാണെങ്കിലും ഇപ്പൊ പരമകാരുണികൻ എന്നാണ് പടച്ചോനെ വിളിക്കുന്നത്, പരമകാരുണികൻ. അങ്ങനെ അല്ലെങ്കിൽ സക്കാത്ത് ഇല്ലാത്ത നിങ്ങളുടെ നിസ്കാരം വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നിസ്കരിക്കുന്ന ഇടതും വലതും മുമ്പും പുറകും നോക്കുക, പട്ടിണി കിടക്കുന്ന ആരെങ്കിലുണ്ടോ, ഗതികെട്ട ആരെങ്കിലുണ്ടോ, സഹായിച്ചിട്ടുള്ള നിന്റെ നിസ്കാരം എനിക്ക് മതി. അല്ലെങ്കിൽ അല്ലാഹ് വിൽ ഹെൽപ്പ് യു ബട്ട് യു ഫസ്റ്റ് ടൈ യുവർ ക്യാമൽ. നിങ്ങൾ നിന്റെ ഒട്ടകത്തെ കെട്ടിടാണ്ട് അല്ലാഹ് നീ നോക്കിക്കോളില്ലേ എന്ന് വെച്ചാൽ പടച്ചോന് ചിലപ്പോൾ സമയം ഉണ്ടാവില്ലായിരിക്കും. യു ടൈ യുവർ ക്യാമൽ. അപ്പം ഇങ്ങനെ എല്ലാ മതത്തിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ഇൻസൈറ്റ്സ് ഉണ്ട്. എഗെയിൻ മറ്റേ കെമിസ്ട്രി പഠിപ്പിച്ച അധ്യാപന്റെ അവസ്ഥയാണ്. ഒരേ സബ്ജക്റ്റിലാണ് 100 പേരും കേട്ടത്, കുറെ പേര് ബോംബ് ഉണ്ടാക്കുന്നത്. എനിക്കതാ തോന്നിയത്. അടിപൊളി അടിപൊളി, ശരിക്കും പറഞ്ഞാൽ കണ്ണു നിറയും. കമന്റ് നോക്കാം വന്നിട്ട് അവന്റെ ഒരു ബോംബ് എന്നൊക്കെ പറഞ്ഞു. അടിപൊളി. അപ്പം സ്റ്റേജസ്, ബുക്സ്, ഈ ജോസഫ് അന്നംകുട്ടി ജോസിന് സ്റ്റേജിൽ അവൈലബിൾ ആവണമെങ്കിൽ, ഒരു ഈവെന്റിന് അവൈലബിൾ ആവണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എന്നെ കോൺടാക്ട് ചെയ്യണമെന്നാണ്. എനിക്കങ്ങനെ പബ്ലിക്കലി ഞാൻ നല്ലൊരു ചോദ്യമാണ്, എനിക്ക് ഉപകാരപ്പെടുന്ന ഒരു ചോദ്യമാണ്. ശ്രദ്ധിച്ച് ഒന്ന് ഇൻസ്റ്റയിൽ ബയോയിൽ ടു ബുക്ക് എ ടോക്ക് ഷോ എന്ന് പറഞ്ഞാൽ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ശതമാനം ആളുകൾ അത് കണ്ടാ വരുന്നത്, പക്ഷെ പ്രായമായ ആളുകൾക്കൊന്നും അറിഞ്ഞൂടാ. പിന്നെ ഞാൻ ജനറലി ഒരു ഇവന്റിന് പോയി കഴിഞ്ഞ് വന്നിട്ടായിരിക്കും എന്ത് പരിപാടിക്കാൻ പോയത് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം. അപ്പോൾ അതുകൊണ്ട് ആൾക്ക് പിടുത്തം ഉണ്ടാവില്ല ഇതെങ്ങനെ കിട്ടണമെന്നുള്ളൂ. ഞാനെല്ലാം മെയിൽ വഴി ഡീൽ ചെയ്യുന്ന ഒരാളാണ്. കാരണം നമ്മളോട് സാറേ 13-ാം തീയതി ഉണ്ടാവും ഒരു പരിപാടിക്കാണ്, റേറ്റ് എത്രയാന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. കാരണം എനിക്ക് എന്നെ കെട്ടണമെങ്കിൽ ഇത് വെച്ചേ പറ്റുമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. പക്ഷേ എമൗണ്ട് വിൽ ബി ഫ്ലെക്സിബിൾ. ഇപ്പോൾ എനിക്കിപ്പോൾ ദുബായിലാണ് പോകേണ്ടത്, എൻ്റെ ചിലപ്പോൾ 2 ദിവസം പോകും. അപ്പോൾ അവിടെ പോയി എത്ര ദിവസം താമസിച്ച് അവിടെ ടോക്ക് കൊടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ റേറ്റ് വ്യത്യാസമായിരിക്കും. ഇപ്പോൾ എൻ്റെ നാട് കൊച്ചിയാണ്. കൊച്ചി ഇപ്പോൾ ട്രിവാൻഡ്രം വരെ പോകണമെങ്കിൽ നോർമലി എറണാകുളത്താണെങ്കിൽ ഇത് അങ്ങനെ പോയിട്ട് കാര്യം നടത്തിയപ്പോൾ എമൗണ്ട് ഓഫ് കോഴ്സ് ദർ ഇസ് എ പേയ്മെന്റ്. ഞാൻ മിർച്ചിയിൽ വർക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഈ പറയുന്നതൊക്കെ മിർച്ചി എന്നെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. മെയിൽ ഐ ഡി നിങ്ങൾ ഒഫീഷ്യൽ മെയിൽ അയക്കുമ്പോൾ മെയിലിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതെന്ത് പ്രോഗ്രാമാണ്, എത്ര പേരുണ്ട്. മറ്റേ തുണിക്കട ഉദ്ഘാടനം ചെയ്യാൻ ഒരിക്കലും എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് പറ്റും, കൈ വയ്യാത്തോണ്ടല്ല, പക്ഷെ ഞാനൊക്കെ ഒന്ന് ഉദ്ഘാടനം ചെയ്താൽ ഞാനും 2 ഫ്രണ്ട്സും കൈ അടിക്കാനുണ്ടോ, വേറെ ആരും വരുമെന്ന് എനിക്ക് തോന്നില്ല. അപ്പം എന്നെ ഇപ്പോൾ ഒരു കോളേജിൽ ആർട്സ് ഡേക്ക് ഗസ്റ്റായിട്ട് ഒരിക്കലും പോയപ്പോൾ എന്നോട് പറഞ്ഞു, ചേട്ടാ ബുള്ളറ്റിൽ വരൂ. അപ്പൊ ഇവിടെ ഞങ്ങൾ ഗുണ്ട് പൊട്ടി. അപ്പൊ ഞാൻ പറയാടാ കണ്ണാടി വെച്ചിട്ട് വരാൻ പറ്റും, മറ്റേ പ്രേമത്തിന് അടി കിട്ടില്ലേ, നിങ്ങൾക്ക് തന്നെ ആള് മാറിപ്പോയതാണ്, അത് ഞാനീ മറ്റേ ഇവരായിട്ട് ബന്ധമൊന്നുമില്ല, റോഡിലെ കുഴി. അപ്പോ ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് എനിക്കറിയാം ഭയങ്കര ക്രിഞ്ചറി ഞാൻ ചെയ്താൽ, ഞാൻ അങ്ങനെ അല്ലട്ടോ എന്നൊരു സാധനം എനിക്കത് പറ്റാത്തോണ്ടോ. അപ്പൊ എന്നെ ചിലപ്പോൾ അവര് അതേ കോളേജിൽ വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ അവർക്കൊരു സെഷൻ്റെ സ്ലോട്ട് ഉണ്ട് അവരുടെ കരിക്കുലത്തിൽ, അവർ വിളിക്കുകയാണെങ്കിൽ മേ ബി ഞാൻ വൺ ഓഫ് ദ റൈറ്റ് പേഴ്സൺ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള മെയിൽ വഴി കോൺടാക്ട് ചെയ്യുന്നു, ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നു, എഗ്രിബിൾ ആവുന്നു, പോകുന്നു. ഇന്നത്തെ കാലത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യം ടോൺ മാറ്റി പറഞ്ഞാൽ അത് തെറ്റാവും. ടോവിനോ നീ പൈസ വാങ്ങിച്ചല്ല അഭിനയിക്കണേ എന്ന് പറയുമ്പോൾ ചേട്ടാ തെറ്റല്ലേന്ന്, പക്ഷെ ടോവിനോന്റെ കൂലിയല്ലേ അത്. അപ്പം ഇവന് ടോക്ക് വാങ്ങി പൈസ കൊടുക്കണം, ദാറ്റ്സ് മൈ ജോബ്. അപ്പം നേരെ ബയോ പോവാ. മെയിൽ ഐ ഡി ഇതാണ്, അതുകൂടി പറഞ്ഞേക്കാം. ഇതിനിപ്പോൾ ബയോലോടനെ ജാജ് ജോസഫ് അന്നംകുട്ടി ജാജ് storytelling@gmail.com. ഓക്കെ, അടിയിൽ എഴുതി കാണിക്കില്ലേ? Yes, that was a beautiful conversation. I am very happy, super vibe. I am full, not like this. I am full with mind. Different questions. Thank you. പുതിയ സീരീസ് ഇന്റർവ്യൂസ് ആണ്. എല്ലാത്തിനും അതിന്റെ ഭംഗിയുണ്ട്. ഇതിനകത്ത് കുറെ കൂടി കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എഗെയിൻ ഞാൻ മറന്നു പോയിട്ടുണ്ട്. ഔട്ട് വരുമ്പോൾ നമുക്കറിയാം. താങ്ക് യു സോ മച്ച്. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു പര്യവസാനത്തിലേക്ക് വരികയാണ്. നമ്മളൊരു ഫൈനൽ റാപ്പിഡ് ഫയർ റൗണ്ടോട് കൂടി നമ്മൾ ഈ എപ്പിസോഡിൻ്റെ കണ്ണടച്ചിട്ട് തവളയാണ് പൂച്ച അതല്ലല്ലോ. ഇല്ല അത്ര ഒന്നുമില്ല, വെരി സിമ്പിൾ. ഓക്കെ, റാപ്പിഡ് ഫയർ മൊബൈലാണ് ഇരിക്കുന്നത്. Ready? Yeah, I'm ready. Yes, okay. Tea or coffee? Tea. Motivation or discipline? Discipline. Stage or social media? Stage.
Dream big or act now. Act now. Books or podcasts. Books. Tony Robbins or Steve Harvey. Steve Harvey. Solo retreats or team brainstorms. Solo retreat. Inspiration movies or documentaries. Documentary. Confidence or charisma. Charisma. Gratitude journal or vision board. Gratitude journal. Share. നീ മറ്റേതാണോ ഉദ്ദേശിച്ചത്? നീ പറഞ്ഞ ഞാൻ പറയാം. Short term goals or long term vision. Long time mission. Lead or follow. 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 Yeah. Okay. I follow great leaders. Energy or empathy. Empathy. Overcome fear or embrace failure. Embrace failure. Public speaking or personal coaching. Public speaking. Early riser or late sleeper. Early riser. Meditation or workout. Meditation. No, workout. Sorry. Meditation ഒന്നും ഇരിക്കാൻ പറ്റാറില്ല. Mammootty or Mohanlal. മോഹൻലാൽ. Plan everything or go with the flow. Both. I do both. I plan everything എന്നിട്ട് സംഭവിക്കുന്ന Compliments or constructive feedback. constructive feedback. SRK or Salman Khan or Amir Khan. Amir Khan. BMW, Benz or Audi. BMW. ചേട്ടൻ അതാ ഉള്ളത്, അത് മാത്രമേ കയറിയുള്ളൂ. Okay. India or Switzerland in beauty. സ്വിറ്റ്സർലാൻഡ്. Money or power. നോ നത്തിങ്. രണ്ടുമല്ല. അല്ല. എനിക്കതല്ല കേട്ടോ. What would be that word which you use often in your speeches? Be kind. Okay, that was the last question of this show. We are so happy and showing all my gratitude for joining us in our show, and you spoke very well. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഓഡിയൻസിനോട് ഫൈനലി എന്താ പറയാം? ഒരുപാട് സന്തോഷം. കുറേ കാലമായിട്ടാണ് ഇങ്ങനെ ഇരുന്നും നടന്നും ഉണ്ടും ഒക്കെ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. നിങ്ങൾക്കിത് കാണാൻ പറ്റില്ല, ഇവർ വലിയ ടീമാണ്, സിനിമയ്ക്കുള്ള ആളുണ്ട് ഇവിടെ ചുറ്റും. സോ ഇതൊരു വളരെ പ്ലാൻ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ ആയിട്ട് എനിക്ക് തോന്നാൻ യു ഡിഡ് എ ഗുഡ് ജോബ്. താങ്ക് യു. കാരണം കുറേ ഒരാളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാൻ നല്ലത് പറയിപ്പിക്കാന്നുള്ളതാണ്. ഞാൻ കുറേ സംസാരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ബ്യൂട്ടിഫുൾ ഡേ. ഞാൻ നിങ്ങളുടെ ഇവരുടെ വാനിലൊക്കെ ഞാൻ കുറച്ച് നേരം വന്നായിരുന്നു, നല്ല ഡ്രൈവറായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ആ വളവിൻ്റെ എല്ലാം കൂടി ഇവൻറ്റ്ഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.